ബെല്ലാരിയിൽ സൂര്യൻ ഉദിച്ചു പൊങ്ങി അങ്ങനെ പൊങ്ങിക്കൊണ്ടിരിക്കുന്ന സീനാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ ദിവസത്തേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നിപ്പം പുതിയൊരു ലോഡാണ്. ബെല്ലാരിയിൽ നിന്ന് കാസർഗോഡ് കാഞ്ഞങ്ങാടേക്കാണ് ഈ ലോഡ് കൊണ്ട് പോകുന്നത്. TMT ആണ്. ഈ ലോഡ് സെക്യൂർ ചെയ്തേക്കുന്ന രീതി TMT സാധാരണ നമ്മൾ സ്ക്വയർ ട്യൂബ് ഇട്ടിട്ട് രണ്ട് സൈഡിലും സ്ക്വയർ ട്യൂബ് ഇട്ട് കാലിട്ടതിന് ശേഷം അതിനകത്ത് ഇറക്കി വെക്കുന്ന ഒരു രീതിയാണ് കണ്ടിട്ടുള്ളത്. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ചെയിനിട്ട് ടൈറ്റ് നമ്മൾ TMT മറ്റേ കോയിലൊക്കെ ടൈറ്റ് ചെയ്യണ മാതിരി തന്നെ ചെയ്തേക്കുന്നത് കാണിച്ചത്. സാധാരണ നമ്മളിതിന് കോയിൽ ഇത് സ്ക്വയർ ട്യൂബ് ഇടാറുള്ളത്. ഇവിടെ ഈ ഒരു ഇതിനകത്ത് സ്ക്വയർ ട്യൂബ് ഇട്ടിട്ടാണ് ചെയ്യാറുള്ളത്. 4 സ്ക്വയർ ട്യൂബ് ഇടും ഇട്ടാണ് ചെയ്യാറുള്ളത്. ഇതിപ്പോൾ TMT 12 mm TMT ആണ്. കാസർഗോഡേക്കുള്ളതാണ്. കാഞ്ഞങ്ങാട് JSWൻ്റെ സ്റ്റീലാണ്. ഇത് എടുക്കുമ്പോൾ ചൂടായിട്ടിരിക്കും. ഇതിപ്പോൾ ആറിയിട്ടുണ്ടാവും. ഇത് കയറ്റുന്ന സമയത്ത് കമ്പി ചൂടായിട്ട് തന്നെ ഉണ്ടായിരുന്നു. കമ്പനിയിൽ നിന്ന് നേരെ പ്ലാന്റിൽ നിന്ന് ഇറക്കിയതിന് ശേഷം അങ്ങനെ കയറ്റുന്ന ടയറ് പഞ്ചർ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ഇവിടെ ഇടണം. ഇനി ടയറും കയറ്റിട്ട് കഴിഞ്ഞാൽ പരിപാടി വരുന്നു. ഈ ടയറിൻ്റെ അവസ്ഥ ഭയങ്കര മോശമാണ്. ഈ 2 ടയർ ഇത് നമ്മൾ ഈ ചില സ്ഥലങ്ങളിലൊക്കെ തിരിക്കുമ്പോഴേ 90 ഡിഗ്രി ഒന്നും ആയിരിക്കില്ല, ചിലപ്പോൾ അതിലും ഷാർപ്പായിട്ടൊക്കെ തിരിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയൊക്കെ വരും. അങ്ങനെ വന്നു പോകുന്നതായത് നിവർത്തിക്കേട് കൊണ്ട് വന്നു പോകണം. അത് അല്ലാണ്ടെങ്കിൽ എനിക്കൊട്ടും താല്പര്യമില്ലാത്ത പരിപാടി അത്രയാണ് ഷാർപ്പൊക്കെ ആയിട്ട് തിരിക്കുന്നത്. പറഞ്ഞിട്ട് ടയർ മാറ്റാനായിട്ടുള്ളത് കാര്യങ്ങൾ ചെയ്യണം. കുറച്ചുകൂടി ആകും. ഇത് പുതിയ ടയറാണ്, കണ്ട ടയറല്ല. സ്റ്റാർട്ടായി. ഞങ്ങൾ ഇവിടുന്ന് ബെല്ലാരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. മറ്റന്നാളായിരിക്കും മിക്കവാറും ഞങ്ങൾ കാസർഗോഡ് എത്തുന്നത്. അപ്പം ഇന്നത്തെ ദിവസത്തെ ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അതാത് ദിവസം ഞാൻ ചെയ്യുന്ന വീഡിയോകൾ അന്നന്ന് പോസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ എത്ര എടുത്താലും അത് പോസ്റ്റ് ചെയ്യുക. ചെറുതാണെങ്കിലും ഇച്ചിരി നീളം കൂടിയാലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ പോസ്റ്റ് ചെയ്യും. അപ്പം ഇനി ഡെയിലി വീഡിയോകളുണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു. ഇന്ന് ഞാൻ പോകുമ്പോൾ 2 വണ്ടിയാണ് ഒരുമിച്ച് പോകുന്നത്. ഒരേ കമ്പനിയിലേക്കുള്ള ലോഡാണ് ഇത് രണ്ടും. ഞാനുണ്ട്, ഒരു അറുമുഖൻ എന്ന് പറഞ്ഞിട്ടുള്ള കന്യാകുമാരി നാഗർകോവിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ മോനുമാണ് വണ്ടിക്കകത്തുള്ളത്. 2 പേരും കൂടാണ് ആ വണ്ടി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടത്. ഓക്കെ. മോനിപ്പോൾ അടുത്ത ദിവസം കഴിഞ്ഞ ദിവസം വന്ന് കയറിയതേ ഉള്ളൂ. അദ്ദേഹവും ഈ വണ്ടി എടുത്തിട്ട് പുതിയതായിട്ട് എടുക്കുന്നത്. ഇതിന് മുമ്പ് 16 വീൽ വണ്ടിയാണ് ഓടിച്ചിരുന്നത്. 14-16 വീൽ വണ്ടിയാണ് ഓടിച്ചിരുന്നത് എന്നാണ് പറഞ്ഞത്. ഓക്കെ. അപ്പം ഞാൻ പുള്ളിയെ വഴിയിൽ വെച്ച് പരിചയപ്പെടുത്താം. അപ്പം പുള്ളി മുന്നോട്ട് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നോക്കട്ടെ. ഇതിപ്പം ബെല്ലാരി ബൈപ്പാസ് കഴിഞ്ഞ് ബെല്ലാരിയിൽ നിന്ന് തിരിയൂർക്കുള്ള റൂട്ടിലായി.
എല്ലാവരും എരിയൂര് പോകുന്ന റൂട്ടിലാണ് ഉള്ളത്. എരിയൂരാണ് ഹരിയൂർ എന്നാണ്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് സിറേന്ന് റൈറ്റ് എടുത്തിട്ട് വേണം പോകാനായിട്ട്. അപ്പം ഈ റൂട്ടിൽ ഇപ്പം എൻ്റെ ഫ്രണ്ടിൽ പോകുന്ന പുള്ളിക്ക് ഒരുപാട് ഫ്രണ്ടിലാണെന്ന് തോന്നുന്നു, അറിയില്ല അവിടം വരെ പോയിട്ടുണ്ട്. നോക്കണം, വിളിച്ചു നോക്കാം എവിടം വരെ എത്തി നോക്കട്ടെ. ഞാനാണെങ്കിൽ അവിടെ പഞ്ചർ ഒട്ടിക്കാണ്ടായിരുന്നതുകൊണ്ട് പഞ്ചർ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ബില്ലൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് പുള്ളി വണ്ടി എടുത്തിട്ട് ഇങ്ങനെ പോകുന്നു. അതാ സംഭവിച്ചത്. അതുകൊണ്ട് പുള്ളി കുറേ വഴി കവർ ചെയ്ത് പോയിട്ടുണ്ടാവും. അവിടെ ഒരു ഇതുണ്ട്, ടോൾ ബൂത്ത് ഉണ്ട്, അവിടെ പോയി നിൽക്കാമെന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് കുളിച്ച് നനച്ചിട്ടൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞു. എരിയൂര് 75 കിലോമീറ്ററോളം ഉണ്ട്. എരിയൂര് ചെന്നിട്ട് എരിയൂരിൽ നിന്ന് സിറ ചെന്നിട്ട് വേണം ഷിമോഗ വഴിയാണോ ഇനി പോകണോ അതോ ഹാസൻ വഴിയാണോ പോകണമെന്ന് അറിയുന്നില്ല. ഫ്രണ്ടിൽ ആ വണ്ടി പോകുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാം. വണ്ടിയുടെ അവർ രണ്ടുപേരെ ഞാൻ പരിചയപ്പെടുത്താം. ഇനി നിർത്തുമ്പോൾ ആവട്ടെ അവിടെ ഞാൻ പരിചയപ്പെടുത്താം. ഇവർ രണ്ടുപേരും അപ്പനും മോനുമാണ്. ഞങ്ങൾ അപ്പൻ എന്ന് പറയുമ്പം മുരുകൻ, അറുമുഖൻ എന്നാണ് പുള്ളിയുടെ പേര്. അറുമുഖൻ ഞാൻ ഏകദേശം ഒരു പ്രായമാണെങ്കിൽ പ്രായത്തെ പറ്റി പറയണല്ല, പക്ഷേ എനിക്കൊരു ഇച്ചിരി കുശുമ്പ് തോന്നുകയാണ്. കാരണം അങ്ങേരുടെ മോന് ഇപ്പോൾ 20 വയസ്സ്. അങ്ങേരുടെ മോൻ ആ വണ്ടിക്കകത്തുണ്ട്. ലൈസൻസ് ഒക്കെ എടുത്തു, വണ്ടി ഓടിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ അവൻ ചെറുപ്പത്തിലോട്ട് വണ്ടി ഓടിക്കുന്നു. ഈ അപ്പനിങ്ങനെ ഈ ഫീൽഡിലുള്ളതുകൊണ്ട് തന്നെ ആയിരിക്കണം അവൻ ചെറുപ്പത്തിലോട്ട് വണ്ടി ഓടിക്കുന്നത്. അവൻ പഠിച്ചു, അവൻ +2 വരെ പഠിച്ചാണ് പാസ്സായി. അതിനുശേഷം ഇപ്പം ഈ വണ്ടിക്കകത്ത് അപ്പൻ്റെ കൂടെ പോവാം. അപ്പം ആദ്യമായിട്ട് വന്നാൽ ഈ ഒരു ട്രിപ്പിനകത്ത് അപ്പം ഞാനങ്ങനെ പരിചയപ്പെട്ടു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പാഷൻ ഭയങ്കരമാണ് അവന്. അതുകൊണ്ട് തന്നെ അവരെ പരിചയപ്പെടുത്താം. അടുത്ത സ്റ്റോപ്പാകുമ്പോൾ പരിചയപ്പെടുന്നത്. ഇപ്പോൾ എരിയൂര് 74 കിലോമീറ്ററോളം ഉണ്ടെന്നാണ് ഇപ്പം തോന്നുന്നത് ഏകദേശം. അതിന് മുമ്പായിട്ട് ഇവിടെ ടോളുണ്ട്. ടോളിൽ മിക്കവാറും നിർത്തിയതിന് ശേഷം അവർ പരിചയപ്പെടുന്നത്. അപ്പം വഴി 4 ലൈനാണ്. ഇനി എരിയൂര് ഈ റോഡ് മാത്രമല്ല, ടോൾ കഴിഞ്ഞിട്ട് നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞാണ് എരിയൂരിൽ നിന്ന് പോകേണ്ടത്, ഈ റോഡിൽ നിന്ന്. അപ്പം അത് പിന്നെ സിംഗിൾ റോഡായിരിക്കും, സിംഗിൾ ലൈൻ റോഡ് എന്ന് വെച്ചാൽ ഡബിൾ ലൈൻ റോഡ്. ഇത് 4 ലൈൻ, അത് ഡബിൾ ലൈൻ ആവും. അപ്പനും മോനും നല്ല സിങ്കാ. ആ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയാ, കാണാവോ നിങ്ങൾക്ക്? സൂം ചെയ്ത് കാണിക്കാൻ പറ്റില്ല, കാരണം ഇച്ചിരി ദൂരമാണ്. ഏറ്റവും കയറി അങ്ങനെ ചെല്ലുമ്പോഴേക്കും ചിലപ്പോൾ അടുത്ത് എത്തും. അത് 22 വീലാണ്, ഡബിൾ ക്രൗൺ ആണ് ഫ്രണ്ട്. ജീപ്പ് ഡബിൾ ക്രൗൺ ആണ്. എൻ്റെ സിംഗിൾ ക്രൗൺ ആണ്. എനിക്ക് ഡബിൾ ക്രൗൺ എൻ്റെ അടുത്ത് പറഞ്ഞെടുക്കാനായിട്ട് ഞാൻ പറഞ്ഞ് ഇതെടുത്തിട്ട് ഇത് തന്നെ അങ്ങ് സെറ്റായി എനിക്ക്. അതുകൊണ്ട് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അത് കുറച്ചും കൂടെ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട്. പണികളൊക്കെ തീർത്ത് കഴിഞ്ഞാൽ വണ്ടി നല്ല കുട്ടപ്പം വണ്ടിയാവും. അപ്പം ഇനിയൊരു വണ്ടി മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ പണികളൊക്കെ ഇങ്ങനെ തീർത്ത് വന്ന് അങ്ങനെ നമുക്ക് കയ്യിൽ ഒതുങ്ങത്തുള്ളൂ വണ്ടി. ഇപ്പം ഏകദേശം 1 മാസത്തിന് മേളിലായിട്ട് ഈ വണ്ടി ഞാൻ കൊണ്ടു നടക്കുന്നതുകൊണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ നിൽക്കുന്ന മാതിരി ആയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിചാരം. ഓക്കെ, റോഡിൽ ഇതേമാതിരി ആട് മേയ്ക്കുന്ന ഒരുപാട് പേരെ കാണാൻ പറ്റും. ആട് ജീവിതം ഗൾഫിൻ്റെ മാതിരിയല്ല, പക്ഷെ ഇവിടെ
കുറേ കൂടി നല്ല ഇതാണെന്ന് തോന്നുന്നു. അവർ കുറച്ചുകൂടി ബെറ്റർ ലൈഫാണ് എനിക്ക് തോന്നുന്നത് ഇവിടെയുള്ളത്. അവിടെ പൈസ കിട്ടുമായിരിക്കും, പക്ഷെ ലൈഫ് അത്ര മോശമായിരിക്കും. പക്ഷെ ഇവർക്ക് ഇവിടെ വലിയ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നില്ല. നിറച്ച് ഈ മാതിരി കുറ്റിച്ചെടികളും കാര്യങ്ങളും, പിന്നെ കുറേ കൃഷി, ബാജ്ര, തക്കാളി, ടൊമാറ്റോ, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കൃഷികളാണ്. തെങ്ങുണ്ട്, വാഴത്തോട്ടമുണ്ട്, പല കൃഷികൾ കാണുന്നുണ്ട് വഴിയിലൊക്കെ. പക്ഷെ അങ്ങനെ ഒരുപാട് കിലോമീറ്റർ കണക്കിന് അല്ലെങ്കിൽ ഏക്കർ കണക്കിനൊന്നുമില്ല, ചെറിയ 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 തോട്ടങ്ങളായിട്ടാണ്. അപ്പോൾ അത് ബാജ്ര എന്ന് പറഞ്ഞ കൃഷിയാണ്. അതിപ്പോൾ ഇച്ചിരിയേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. അപ്പുറത്ത് ഇതൊക്കെ തന്നെ ഉള്ളൂ, ചെറിയ 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 തോട്ടങ്ങളായിട്ടാണ്. പക്ഷെ ഇവരെല്ലാം എനിക്ക് തോന്നുന്നു പലത് തമ്മിൽ ഒരുമിച്ചാക്കിയിട്ടാണ് ഇവർ ഒരുമിച്ചായിരിക്കും കൊടുക്കുന്നത്. ഇവിടെ ഇഷ്ടംപോലെ മുളക് ഇങ്ങനെ സംഭരിച്ച്, ഉണക്കിയ മുളക്, ഈ ചുവന്ന മുളക് ഉണ്ടല്ലോ, ഉണക്കിയത് ഞാൻ റോട്ടിൽ ഒരുപാട് കണ്ടായിരുന്നു. അവർ ഒരുപാട് ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് പല തോട്ടങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഉണക്കിയത് എല്ലാവരും കൂടി ഒരുമിച്ച് കൊണ്ടുവന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെ അവർ ചാക്കി കെട്ടി ഇതിനെ ലോഡാക്കി കയറ്റി വിടുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് പലപ്പോഴേ. ഇപ്പം ചെയിൻ കെട്ടിയിട്ടുണ്ടെന്ന് പറയില്ലേ, ചെയിൻ കെട്ടിയെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ തുടക്കത്തിൽ നമ്മുടെ ഈ കമ്പനിയിൽ വന്നിട്ട് ചെയിനും ഈ ബെൽറ്റൊക്കെ ഇടാൻ പഠിക്കുന്നു. ബെൽറ്റ് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാതെ റെയിമൊക്കെ തന്നെ പഠിപ്പിച്ചു തന്നു. ചെയിൻ ഇടുന്നത് എൻ്റെ മറ്റേ ടീ-ഷർട്ടിലൊക്കെ ലോക്ക് ചെയ്യണ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇട്ടെങ്കിലും അങ്ങനെ കറക്റ്റായില്ല. അപ്പം ഒരു പപ്പൻ ഞങ്ങൾ വിളിക്കുന്നത്, ആൾ വന്നിട്ട് പാലക്കാടുകാരനാണ്. പുള്ളി വന്ന് ഇതൊക്കെ കാണിച്ചു തന്നു. ഞാൻ എൻ്റെ അടുത്ത് എന്തോ ഒരു ഇഷ്ടം തോന്നിയിട്ട് വന്നു. സാധാരണ പുള്ളി അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് മിങ്കിലെയോ കാര്യങ്ങളൊന്നും ഇല്ല, അല്ലാതെ വൈകുന്നേരങ്ങളൊക്കെ ആകുമ്പോൾ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഇത്രയും ഇച്ചിരിയെങ്കിലും ഒക്കെ അടുക്കുകയൊക്കെ ചെയ്യണത്. വണ്ടി നല്ല ഷെയ്ക്ക് ഉണ്ട്, അതുകൊണ്ടാണ് ക്യാമറ നല്ലോണം കനയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. റോഡിൻ്റെ ഒരു ഇത് കാരണമാണ്. അതേമാതിരി നല്ല കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടി ഇങ്ങനെ വലിച്ചു കയറുന്നതിൻ്റെ ഫ്രണ്ടും ബാക്കും തമ്മിലുള്ള വ്യത്യാസം കാരണം ഇച്ചിരി കുലുക്കമുണ്ടാവും, ക്ഷമിക്കുക. അതിന് ഈ പറഞ്ഞ മാതിരി സ്റ്റെബിലൈസറൊക്കെ വെച്ചിട്ട് ചെയ്യാനായിട്ട് എനിക്ക് അത്ര അറിയത്തില്ല. പുതിയൊരു ഗാഡ്ജറ്റൊക്കെ വാങ്ങിച്ചു, അതായത് ഗിംബിളൊക്കെ വാങ്ങിച്ചു. പക്ഷേ അതാണെങ്കിലും എനിക്ക് ഉപയോഗിക്കാനൊന്നും അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ഓരോന്നൊക്കെ പറഞ്ഞാലും എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത്. ഇനി ആരെങ്കിലും പഠിപ്പിച്ചു തരണതൊക്കെ, പഠിപ്പിക്കാൻ പറ്റിയതൊന്നും ഈ ഫീൽഡിൽ അങ്ങനെ അധികം ആൾക്കാരില്ലല്ലോ. അങ്ങനെ ആരെയും കാണുന്നുമില്ല ഇതൊക്കെ പറഞ്ഞു തരാൻ പറ്റിയത്. അത്യാവശ്യം കുറച്ചൊക്കെ നോളജുള്ള ചെറുപ്പക്കാരൊക്കെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതിനെപ്പറ്റി ഒരു കറക്റ്റായിട്ടുള്ള ഒരു രീതിക്കൊന്നും പറഞ്ഞു തരാൻ പറ്റിയ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പപ്പൻ ഈ പറഞ്ഞ മാതിരി ടീ-ഷർട്ടിൽ ഈ ചെയിൻ്റെ ടൈറ്റനറും ഒക്കെ ഇട്ട് കാണിച്ച് അതെങ്ങനെയാണ് വെക്കേണ്ടത്, എന്തൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെയാണെന്നൊക്കെയുള്ള കാണിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അതിനുശേഷം ഞാൻ ആ വീഡിയോക്കകത്ത് പപ്പനെ പറ്റി മെൻഷൻ ചെയ്തില്ല എന്നുള്ളത് പിന്നെ ഒരു പ്രാവശ്യം ഞാൻ കമ്പനിയിൽ നമ്മുടെ രാമജയം കമ്പനിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ വെച്ച് കണ്ടപ്പോൾ പുള്ളി എന്നെ വൈകുന്നേരം ഇങ്ങനെ അകത്തേക്ക് കയറി വരുമായിരുന്നു. ഞാൻ പുറത്തേക്ക് ഇറങ്ങിച്ചിട്ട് അപ്പോഴാണ് കാണുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു അതേമാതിരി മെൻഷൻ ചെയ്തില്ല, ഇനി എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടട്ടെ ഞാൻ മെൻഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇതായിട്ട് അതെ ഇവിടെ ഇച്ചിരിയും കൂടി വലിയ ഒരു കൃഷിയാണ് ഞാനിവിടെ കാണുന്നത്. ബാജ്ര തന്നെയാണ് തോന്നുന്നത്. ബാജ്ര എന്ന് പറഞ്ഞാൽ എന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ബാജ്ര എന്നാണ് ഇവർ പറയുന്നത്. അതേമാതിരി റോഡിന് നടുക്കുള്ള ഈ ബോഗൺവില്ല നല്ല രസമല്ലേ കാണാൻ കഴിയും. പൂക്കളുടെയൊക്കെ കളർ കണ്ട്, ചുവന്ന പൂവിൻ്റെയൊക്കെ കളർ കണ്ടിട്ട് വൈറ്റ് ആണെങ്കിൽ കളർ
ഡ്രൈ ആണ്, പക്ഷെ ചെറിയ തണുപ്പുള്ള കാലാവസ്ഥയാണ്. അതിൻ്റെ ആയിരിക്കും ഇത്രയും നല്ല പൂക്കളുണ്ടാവുന്നത്. നല്ല രസം കാണാനായിട്ട്. ക്യാമറയ്ക്കകത്ത് കാണുന്നതിൽ നമ്മൾ ഇങ്ങനെ ഡയറക്റ്റ് കാണുമ്പോ കണ്ണിന് ഭയങ്കര രസമാണ്. ടോളെത്താറായി, ഞാൻ നിർത്തട്ടെ. ഇപ്പം ചെറുതായിട്ട് കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് തുടങ്ങിയ പരിപാടിയാ. ഒരു സെക്കൻഡ്. വണ്ടി തുറന്നു നടക്കുമായിരുന്നു. അയ്യോ, സ്ഥലമില്ല, കുറവാ വണ്ടിക്കകത്തേ. അപ്പം ഞാൻ പറഞ്ഞ വെച്ചാൽ കുക്കിംഗ് പതിയെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ചിക്കൻ കറി വെക്കാനുള്ളതാണ്. എൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, പയ്യന് ചിക്കൻ കഴിക്കുന്ന ഇഷ്ടമാണ്. അപ്പനാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മാതിരി സാമ്യമാണ്, മാലയിട്ടേക്കാണ്. അതുകൊണ്ട് പുള്ളിക്കാരും ചിക്കൻ കഴിക്കത്തില്ല. മോന് ചിക്കൻ കഴിക്കണമെന്നുണ്ട്. എനിക്ക് ചിക്കൻ കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ചിക്കൻ കഴിച്ചാൽ കൊള്ളാമെന്നല്ല, എനിക്ക് ചിക്കൻ കഴിക്കണതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഞാൻ ചിക്കൻ ഉണ്ടാക്കാം, നമുക്കിന്ന് ചിക്കൻ കറി ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ടല്ല, അതിന് മുമ്പ് ചിക്കൻ വറുത്തായിരുന്നു. തക്കാളി ഇട്ടു. അപ്പം ചിക്കൻ കറി വെക്കാനുള്ള പുറപ്പാടിലാണ്. അപ്പം ഇതിനെന്തൊക്കെ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാള വേണം, സവാള, പച്ചമുളക്, ഇഞ്ചിയൊക്കെ എവിടെ, വെളുത്തുള്ളി ഉണ്ടായിരുന്നില്ല, മസാല കൂട്ടാണ്. ഇരിക്കട്ടെ. കാണിച്ചു തരാവേ എടുത്തതിന് ശേഷം. ഇപ്പോൾ എല്ലാം കൂടി കിടക്കുന്നോണ്ടേ വെളുത്തുള്ളിയൊക്കെ ചീത്താവുന്ന തോന്നുന്നു. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എടുത്തു. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത്രയും സാധനം എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഇത്രയും വേണം. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, മസാല അവിടെ ഉണ്ട്. ചിക്കൻ മസാലയൊക്കെ ഉണ്ടോ? ഇല്ല, ചിക്കൻ മസാല ഇടണം. ഇവിടെ ഇത് ഇച്ചിരി നീളം കൂടുമായിരിക്കും, അതുകൊണ്ട് പോസ് ചെയ്തിട്ട് ഞാൻ ഇത് ആകുമ്പോഴേക്കും ബാക്കിയൊക്കെ കാണിച്ചു തരാം. അപ്പം 1 കിലോ ചിക്കനാണ് വാങ്ങിച്ചിട്ടുള്ളത്. ചിക്കൻ കഴുകിയത് ഇവിടെ വെച്ചിട്ടുണ്ട്. ആണ്ട് ചിക്കൻ കഴുകി വെച്ചിട്ടുണ്ട്. പിന്നെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇത്രയും എൻ്റെ കയ്യിലുള്ളൂ. ഇത്രയും സാധനം ഇടാൻ പറ്റുള്ളൂ. മറ്റേ കറുവപ്പട്ട ഒന്നും ഇല്ല എൻ്റെ കയ്യിൽ. ഇത്രയും സാധനം ഇടും. പിന്നെ മസാലയുണ്ട്. ചിക്കൻ, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ചിക്കൻ മസാല, ഗരം മസാല, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ചെയ്യാൻ പോവാണ്. എൻ്റെ വീഡിയോ എന്തോരം കണ്ട് കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ കുക്കിംഗ് സ്റ്റാർട്ടായി. ആദ്യം തന്നെ ഈ പറഞ്ഞ മാതിരി ഇത് വെച്ചു. കുക്കർ തന്നെ വെച്ചേക്കണത്. കുക്കറിനകത്താണ് വേവിക്കാൻ പോകുന്നത്. പരിപാടി ഒറ്റക്കൈയിലാണ് നടത്തുന്നത്. പാളിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കുറ്റം, എൻ്റെ കുറ്റമല്ല കേട്ടോ. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയത്. അതുകൊണ്ടാണ്. ആദ്യം എണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചു. ചൂടായി വരുന്നുണ്ട്. അപ്പോൾ തീ കുറച്ച് നോക്കാം. തീ ഒരുപാടൊന്നും കുറയ്ക്കാൻ പറ്റില്ല. ഇതുമാ തീ കുറച്ച് വെച്ചു. ഇനി
കടുക് അതിനകത്തേക്ക് ഇടണം. കടുക് കൂട്ടിട്ട് ഇഞ്ചി, വെളുത്തുള്ളി ഞാനിങ്ങനെ ചെയ്യണത്. ആദ്യം അത് ഇതൊക്കെ ഇടും. അതിനകത്തേക്ക് അതൊന്ന് ഇതായി വരുന്ന അപ്പോഴത്തേക്കും പച്ചമുളക് അല്ല ഇത് എന്താ പറയുന്നത്, സവാള. നല്ല പുകയാണ്. സവാള ഇട്ട് ഇളക്കാനുള്ള സാധനം ഇതൊക്കെ പ്രൊഫഷണലി ചെയ്യുന്ന കുക്കിംഗ് ആണെന്നൊന്നും പ്രതീക്ഷിക്കരുത്. സൗകര്യവും സ്ഥലമൊക്കെ അനുസരിച്ച് ചെയ്യുന്ന കുക്കിംഗാണ്. മുളക് ഇല്ല എന്ന് പറയരുത് കേട്ടോ. അതുകൊണ്ട് 3-4 മുളക് ഇട്ടിട്ടുണ്ട്. അതില്ല എന്ന് പറയാതിരിക്കാൻ കറിവേപ്പില ഇടുന്നു. ഉണങ്ങിയതാ, എന്നാലും കുഴപ്പമില്ല. എനിക്കാരും കരിഞ്ഞു പോകുന്നു. നല്ലോണം കിട്ടിയിട്ടായെന്ന് തോന്നുന്നു. ഇതിനകത്തേക്ക് മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഉപ്പ് ഒക്കെ അങ്ങ് ഇടുകയാണ്. കടിയിലേക്ക് പിടിക്കുന്നുണ്ട്. മുളക് പൊടി, ചിക്കൻ പൗഡറാണല്ലോ ഇടേണ്ടത്. 2 സ്പൂൺ ഇടുന്നുണ്ട്. ആകെ 1/2 കിലോ ഉള്ളൂ. ഒന്നിച്ചിട്ട് എണ്ണ ഒഴിക്കണമെന്ന് തോന്നുന്നു. താഴെ കൂടെ പുകയുന്നുണ്ട്. ഇപ്പം എന്താവും. സംഭവം അത്രയും വരെ കാണിക്കാൻ പറ്റില്ല. അപ്പോഴേക്കും ഒരു കോള് വന്നു. അത്യാവശ്യമുള്ള കോളാണ്, എടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ കോൾ എടുത്ത് കഴിയുമ്പോഴേക്കും വീഡിയോ കട്ടായി. അപ്പം ഞാൻ അതിനിടയ്ക്ക് തന്നെ അതെല്ലാം വഴറ്റി ചിക്കനിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, എല്ലാ സംഭവങ്ങളും ഇട്ടിട്ട് ചിക്കൻ പൊടി വെച്ചിട്ട് അങ്ങ് അടച്ചേക്കാണ്. ഒരു 5 വിസിൽ അടുപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. വേവോ ഇല്ലെന്നൊന്നും എനിക്കറിയാൻ മേല. എന്തായാലും 5 വിസിൽ അടുപ്പിക്കുന്നത്. ഓക്കെ, വെട്ടം അങ്ങ് കിട്ടുന്നില്ല. ചെറുതാക്കി വെക്കാം.
പറ്റ ചെറുതാക്കി വെച്ചിട്ടുണ്ട്. അഞ്ച് വിസിലടിക്കുമ്പോഴേക്കും ചിക്കൻ്റെ ഒക്കെ സ്മെല്ല് വരുമായിരിക്കും, അറിയില്ല. ചിക്കൻ പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്, മസാല ഗരം മസാലയൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാം ഇട്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ചിന്ത. ഫോൺ വന്നപ്പോഴേ സകല ഇതും പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യാനുള്ളതിൻ്റെ ഇടക്കാണല്ലോ ഇത് വരുന്നത്. വീഡിയോ എടുക്കണം, ഫോൺ അറ്റൻഡ് ചെയ്യണം, കുക്ക് ചെയ്യണം, ഇതെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വീഡിയോ കട്ടാക്കി ഫോൺ അറ്റൻഡ് ചെയ്തു, ഇത്രയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇനിയിപ്പം ഈ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കണം, എന്നിട്ട് ഇവിടുന്ന് വണ്ടി എടുക്കണം. ഇതായ ശേഷം ഇതായിട്ടില്ലാണ്ടെങ്കിൽ ഇനി കൊണ്ടുപോയിട്ട് പിന്നെ രണ്ടാമത് വെക്കേണ്ടി വരും. ഒന്നുകൂടി തിളപ്പിച്ചാൽ മതിയാവില്ല, ആവുമായിരിക്കും. അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഞാൻ അതിനകത്തേക്ക്. 2 വിസിലടിച്ചത്, 3, 4, 5 3 വിസിൽ കൂടി അടിക്കണം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് കുക്കിങ്ങിൻ്റെ രീതി ഒക്കെ. അപ്പോൾ ഇനി ഞാനിപ്പോൾ പരിചയപ്പെടുത്താം. ഞാനിപ്പം എൻ്റെ കൂടെ ഉള്ളവരെ ഞാനൊന്ന് ചോദിക്കട്ടെ, പരിചയപ്പെടുത്തിക്കോട്ടെ എന്ന്. എന്നിട്ട് ഞാൻ പരിചയപ്പെട്ട തമിഴാണ്. ഓക്കെ, അവർ കന്യാകുമാരിയാണ് സ്വദേശം, നാഗർകോവിൽ. അപ്പം അവരുടെ അടുത്ത് 3ാമത്തെ വിസിലടിച്ചു. ഓക്കെ, ഇപ്പോൾ ടോട്ടലായിട്ട് വെച്ചേക്കുന്നത് ആകെ 1/2 കിലോ ചിക്കനിലാണ്. 1/2 കിലോ ചിക്കനുള്ള പരിപാടിയാണ് വെച്ചേക്കുന്നത്. ഞങ്ങൾ 2 പേരേ ഉള്ളൂ, 2 പേരെ കഴിക്കാണ്ടാവുള്ളൂ എന്നാണ് പറഞ്ഞത്. മോനും ഞാനും ഉള്ളൂ, മറ്റേ പുള്ളിക്കാരെ കഴിക്കത്തില്ല. 5ാമത്തെ വിസിലും അടിച്ചു കഴിഞ്ഞു. 1 മണി അടിക്കാമെന്ന് വിചാരിക്കുന്നു. 1 മണി അടിച്ചിട്ട് നിർത്താം. അപ്പോൾ 6 വിസിലടിച്ചു, തീ കെടുത്തി അവിടെ തന്നെ വെച്ചേക്കാണ്. അതൊക്കെ കഴിഞ്ഞ് ഇന്ന് അതിൻ്റെ ഇതൊക്കെ പോയിക്കോട്ടെ, പൊട്ടിക്കുന്നില്ല ഇപ്പം. ഓക്കെ, ഞാൻ ഇനി മറ്റേ അവരെ പരിചയപ്പെടുത്താം. നേരത്തെ പറഞ്ഞ 2 പേര് ഇവരാണ്, ഞാൻ പരിചയപ്പെടുത്താം. ഇത് സൗണ്ട് ആയിരിക്കും, വണ്ടി 2 സ്റ്റാർട്ടിങ്ങിലുള്ളത്. സൗണ്ടിൽ പറഞ്ഞാൽ മാത്രമേ കേൾക്കുള്ളായിരിക്കും, അറിയില്ല. അറുമുഖൻ പിന്നെ അരുൺ, ഇവർ 2 പേരാണ്. അപ്പനും മോനുമാണത്. ഇത് പേര് അറുമുഖൻ. നാഗർകോവിലാണ് സ്ഥലം. ഇദ്ദേഹത്തിൻ്റെ മകനാണ് ഇത് അരുൺ അല്ലേ? അരുൺ എന്ന പേര്. ഇവൻ +2 കഴിഞ്ഞ് ഇപ്പോൾ എത്ര വയസ്സായി? 20 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഇനി പതിയെ ഡ്രൈവിംഗ് ഫീൽഡിലേക്ക് വരാനുള്ള പരിപാടിയാണ്. ആഗ്രഹം അതാണെന്നാണ് പറയണത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പതിയെ വല്ല യൂറോപ്പിലേക്കും പറഞ്ഞു വിടണം. ഇങ്ങനെ അതാണ് നല്ലൊരു പരിപാടി. ഈ പ്രായത്തിൽ തന്നെ ട്രെയിനിങ് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ മുന്നോട്ട് പോകുമ്പോഴേക്കും അടിപൊളിയായിരിക്കും. പ്രായമായിട്ടല്ല യൂറോപ്പിലൊക്കെ പോകേണ്ടത്. ഒരു 25 വയസ്സാകുമ്പോഴേക്ക് യൂറോപ്പിൽ ഇരിക്കണം. അപ്പോൾ 2 വർഷം അല്ലേ 1 വർഷമാണ് முடிஞ்சது. அவ்வளோதான், சரியா? அதோட ஃப்ரெண்டு இருக்குது, அந்த மாதிரி தான் இருக்குது. நீங்கள் சரி பார்த்துறதில் ഇതാണ് ഇന്നത്തെ പരിപാടി. കുക്കിങ് കഴിഞ്ഞു. ഈ ബാഗൊക്കെ എടുത്ത് മാറണമല്ലോ, ഇനി ഇതൊക്കെ എടുത്ത് തിരിച്ചു പോകണം. പതിവ് വിടാങ്ങി അവർ വിട്ടു, അതിൻ്റെ പുറകെ പോകണം എനിക്ക്. സീറ്റ് ബെൽറ്റ് ഇടണം.
വേണ്ട, അത് ചുവന്ന മുളക് കൊണ്ട് പോകുന്ന വണ്ടി, അതിൻ്റെ അപ്പുറത്തൂടി പോകുന്നത്. ഇനി പിടിച്ചാൽ കിട്ടൂല. അവരുടെ വണ്ടിയുടെ അപ്പുറത്തൂടി പോയത് ചുവന്ന ആ മുളക്, ഞാൻ പറഞ്ഞ മുളക് കൊണ്ട് പോകുന്ന വണ്ടിയാണ്. അത് വണ്ടി എടുക്കട്ടെ. ലൈറ്റ് ഓഫ് ചെയ്യാനുണ്ട്, ലൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. സോറി, അവര് ചോറ് വെച്ചിട്ടുണ്ട്, ഞാൻ ചിക്കൻ കറി വെച്ചിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ പുള്ളിക്കാരന് വെജിറ്റേറിയൻ എന്തെങ്കിലും ചെയ്യണം. അത് അവിടെ നിന്ന് ചെയ്യാം, കുഴപ്പമില്ല, പെട്ടെന്നാക്കാൻ പറ്റും. ചിക്കനും വലിയ സമയമൊന്നും എടുത്തില്ലല്ലോ, പെട്ടെന്ന് തന്നെ ആയതില്ലേ. അപ്പോൾ ഇനി മുന്നോട്ട് പോട്ടെ. ചോറൊക്കെ തിന്നിട്ട് വൈകിട്ടാകുമ്പോഴേക്കും ഞങ്ങൾ എവിടെയെങ്കിലും ഒതുക്കും, ആ സെൻ റൂട്ടിൽ. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്കുള്ള വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവിടത്തോണ്ട് നിർത്താണ്. അപ്പം നാളെ നല്ല ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഇപ്പം ഞങ്ങൾ ഇന്നിപ്പം ബെല്ലാരിയിൽ നിന്ന് കാഞ്ഞങ്ങാട്, കാസർഗോഡ് കാഞ്ഞങ്ങാടേക്കുള്ള റൂട്ടിലാണ് ഉള്ളത്. നാളെയോ മറ്റന്നാളോ ഞങ്ങൾ കാഞ്ഞങ്ങാട് എത്തും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം, ഷെയർ ചെയ്തേക്കാം, വരുന്നിടത്തോളം സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക് യു.